ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ കൂടുതൽ പരാതികൾ. 2 യുവതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. 2020-21 കാലഘട്ടത്തിൽ പീഡിപ്പിച്ചുവെന്നാണ് യുവതികളുടെ പരാതി. അതേസമയം വേടൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഹർജിയിൽ സർക്കാർ ഇന്ന് വിശദീകരണം നൽകും. നിഷ ദിലീപ് ചേരുന്നു. നിഷ, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, വേടൻ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. ബലാത്സംഗ കേസിൽ അറസ്റ്റ് ഭയന്ന് വേടൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി കോടതി അല്പസമയത്തിനകം പരിഗണിക്കാനിരിക്കെയാണ് വീണ്ടും 2 യുവതികൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കാണ് ഈ 2 യുവതികളും പരാതി നൽകിയത്. സംഗീത മേഖലയുമായി ബന്ധപ്പെട്ടുള്ള 2 യുവതികളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ പരാതി നൽകിയ യുവതി ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്തുന്നയാളാണ്. ഇതിനുള്ള സഹായങ്ങൾ നൽകുന്നതിനായി വേടനുമായി പരിചയമുണ്ടായിരുന്നു. സഹായങ്ങൾ നൽകാമെന്ന് പറഞ്ഞാണ് സഹായങ്ങൾക്കായാണ് വേടനെ സമീപിച്ചത്. പിന്നീട് അവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നു. ഇതിനിടെ വേടൻ കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി കയറി പിടിക്കാൻ ശ്രമിച്ചു. എതിർത്തപ്പോൾ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ആദ്യത്തെ യുവതിയുടെ പരാതിയിലുള്ളത്. രണ്ടാമത്തെ യുവതിയും ഒരു സംഗീത മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരാളാണ്. അവരുടെ സംഗീത പരിപാടികൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാണ് അവരെ വേടൻ ഫോണിൽ ബന്ധപ്പെട്ടത്. തുടർന്ന് ഇവർക്കും വേടനുമായി പരിചയമുണ്ടായിരുന്നു. പിന്നീട് ഇവരെയും ഇത്തരത്തിൽ തന്നെ അവരുടെ സമ്മതമില്ലാതെ വേടൻ ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു എന്നാണ് ഈ യുവതിയും പരാതിയിൽ പറയുന്നത്. 2020-21 കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ വേടനിൽ നിന്ന് ദുരനുഭവം ഉണ്ടായതായി ഈ യുവതികളുടെ പരാതിയിൽ പറയുന്നത്. ഇവർ 2 പേരും മുഖ്യമന്ത്രിയെ കാണാനായി സമയം ചോദിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇവർക്ക് മുഖ്യമന്ത്രിയെ കാണാനാവുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. അതിനിടെയാണ് ഈ വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുക. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് അല്പസമയത്തിനകം തന്നെ ഈ വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. തന്നെ സംഘടിതമായി ആക്രമിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് വേടൻ ആരോപിക്കുന്നത്. തനിക്കും മാനേജർക്കും നിരന്തരം ഭീഷണി കോളുകൾ വരുന്നുണ്ട്. കൂടുതൽ യുവതികൾ പരാതി നൽകുമെന്നാണ് ഈ ഭീഷണി കോളുകളിലൊക്കെ പറയുന്നത് എന്നാണ് വേടൻ പറയുന്നത്. മാത്രമല്ല, വേടൻ പല വാദങ്ങളും ഈ ഹർജിയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ബലാത്സംഗ കുറ്റത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. സുപ്രീം കോടതി തന്നെ പല ഉത്തരവുകളിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ വേടൻ ഉന്നയിക്കുന്ന പ്രധാന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് ഈ വേടന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നുണ്ട്. സർക്കാർ ആ സമയത്ത് ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. രോഹിണി, ശരി. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.